പള്ളുരുത്തി സെയിന്റ് അഗസ്റ്റിൻ കോൺവെന്റ് റോഡിലെ കൾവർട്ടിന്റെ സ്ലാബുകൾ പൊട്ടിപ്പൊളിഞ്ഞിട്ട് 5 മാസം പിന്നിടുന്നു. സമീപ പ്രദേശത്ത് 600-ലേറെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളും നിരവധി ആളുകൾ തിങ്ങിപ്പാർക്കുന്നതുമായ ഈ മേഖലയിലെ സഞ്ചാരപാത തകരാറിലായിരിക്കുന്നത് പരിസരവാസികളെ ഏറെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. നിരവധി തവണ അധികാരികളെ സമീപിച്ചിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. എന്നാൽ കൾവർട്ടിന്റെ സ്ലാബുകളുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്നും ഫണ്ട് സംബന്ധിച്ചുള്ള അനുമതി ലഭിക്കാത്തതിനാലാണ് പുനർനിർമ്മാണം വൈകുന്നതെന്നും കൗൺസിലർ PR രചന മെട്രോ 7 ന്യൂസിനോട്. അറബിക്കടലിൻ്റെ റാണിയായ കൊച്ചിയുടെ ഏറ്റവും മർമ്മപ്രധാനമായ സ്ഥലമാണ് പള്ളുരുത്തി. പള്ളുരുത്തി MLA റോഡിൽ നിന്നും പടിഞ്ഞാറ് ഭാഗത്തേക്ക് വരുമ്പോൾ കഴിഞ്ഞ കാലയളവിൽ കല്ലുച്ചിറ ഭാഗം എന്നറിയപ്പെട്ടിരുന്ന ഇന്ന് സെയിൻറ്റ് അഗസ്റ്റിൻ കോൺവെൻറ്റ് റോഡ് എന്നറിയപ്പെടുന്ന ഈ പ്രദേശത്തെ ജനങ്ങൾ ആയിരക്കണക്കിന് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശത്ത് ഇന്ന് ഒരു കലിങ്കിൻ്റെ അവസ്ഥ വളരെ ശോചനീയമായിട്ടുള്ളൊരവസ്ഥയാണ്. 5 മാസത്തോളമായി ഈ കലിങ്ക് പൊട്ടിപ്പൊളിഞ്ഞു കിടന്നിട്ട് ജനങ്ങൾ ഇവിടുത്തെ അധികാരി വർഗത്തിൻ്റെ മുൻപിൽ അപേക്ഷകളുമായി ചെന്നു. ഈ അപേക്ഷകളെല്ലാം സമർപ്പിച്ചിട്ടും ഇന്നും ഇത് ജനങ്ങൾക്ക് നടന്നു പോകുവാനോ വാഹന ഗതാഗതം സുഗമമായി നടത്തുവാനോ സാധിക്കാത്ത രീതിയിൽ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ്. ഈ ഒരു ദുരവസ്ഥ ജനങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുകയാണ് മെട്രോ 7 ന്യൂസിലൂടെ. ആളുകൾക്ക് സുഗമമായി സഞ്ചരിക്കാനുള്ളതാണ് റോഡ്. എന്നാൽ റോഡുകളിലെ കൾവർട്ടറുകൾ പൊളിഞ്ഞ് അത് നാട്ടുകാർക്ക് ഭീഷണിയായാലോ? കൊച്ചി കോർപ്പറേഷൻ 19-ാം ഡിവിഷനിലെ പള്ളുരുത്തി സെന്റ് അഗസ്റ്റിൻ കോൺവെന്റ് റോഡിലെ അവസ്ഥയാണിത്. ഏകദേശം 5 മാസത്തോളമായി കൾവർട്ടുകളിലെ സ്ലാബുകൾ പൊട്ടിപ്പൊളിഞ്ഞ് നാട്ടുകാർക്ക് ഭീഷണിയായിട്ട്. ഒരു 5 മാസത്തോളമായി ഈ കണ്ടീഷൻ കിടക്കുന്നത്. ഇത് പൊട്ടാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കുഴികൾ രൂപപ്പെട്ടപ്പോഴേ കൗൺസിലറുടെ ശ്രദ്ധപ്പെടുത്തിയതാണ്. പക്ഷേ പുള്ളിക്കാരി ഇങ്ങോട്ട് വരാറൊന്നുമില്ല. ഇവിടെ ഈ പല പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങോട്ടൊന്നും വരാറില്ല. ഇത് ഇത്തരത്തിൽ റോഡ് ഇത് പൊളിഞ്ഞിട്ട് ഇതിന് അപകടങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി കാറുകളൊക്കെ ഈ കുഴിക്കകത്ത് വീണ്ടിട്ടുണ്ട്. കാര്യം രാത്രി ഇതെൻ്റെ വീട് തൊട്ടടുത്തായതുകൊണ്ട് പെട്ടെന്ന് സ്വരം കേൾക്കുമ്പോൾ ഞങ്ങൾ മക്കളൊക്കെ ആയിട്ട് ഇറങ്ങി വരും. ഇവിടുത്തെ പണിക്കാരെയും വിളിച്ചിട്ട് ഒരു 3-4 തവണ രാത്രിയൊക്കെ പല കാറുകളും പൊക്കി കയറ്റി വിട്ടിട്ടുണ്ട്. കാര്യം ഈ ടാക്സിക്കാരാണ്, അറിയില്ലാത്ത ആളുകൾ. അറിവുള്ള ആൾക്ക് അറിയാമല്ലോ ഇതിവിടെ കുഴിയുണ്ടെന്ന് അറിയാം. ഇത് പുറമേ നിന്ന് വരുന്ന യൂബർ വണ്ടിക്കാരൊക്കെ വന്നിട്ട് ഇവിടെ വന്ന് പലതവണ കുഴി വന്ന് വീടുകയും അവരുടെ വണ്ടിയൊക്കെ ഡാമേജായി. മേയർ ഉൾപ്പെടെയുള്ളവർക്ക് പ്രദേശവാസികളും അടുത്തുള്ള സ്വകാര്യ സ്കൂളിലെ PTA ചേർന്ന് പരാതികൾ നൽകിയിരുന്നെങ്കിലും അവരുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല എന്നാണ് നാട്ടുകാരുടെ ആരോപണം. അപ്പോൾ ഇത് റോഡ് ക്ലിയർ ആക്കണമെന്ന് പറഞ്ഞപ്പോൾ രചന ചേച്ചി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഞാനത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മേയറിൻ്റെ മുമ്പിൽ എത്തിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട്. പക്ഷേ ഫണ്ട് റെഡിയായതല്ലാതെ ഇത് ഏറ്റെടുത്ത് നടത്താൻ ഒരു കോൺട്രാക്ട് റെഡിയാവുന്നില്ല, അല്ലെങ്കിൽ അത് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഒരാൾ മുന്നോട്ട് വരുന്നില്ല എന്നാണ് പറഞ്ഞത്. നൂറുകണക്കിന് വിദ്യാർത്ഥികൾ വരുന്ന അത് തന്നെയാണ് പ്രശ്നം. കാരണം വിദ്യാർത്ഥികൾ മാത്രമല്ല, ഇവിടെ ഒരുപാട് ജനങ്ങളും താമസിക്കുന്ന സ്ഥലമാണ്. എങ്കിൽ പോലും മെയിനായിട്ട് നമ്മൾ കൊണ്ടുവരുന്നത് സ്കൂളാണ്. സ്കൂളിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ എൻ്റെ കുട്ടികളാണെങ്കിലും മറ്റുള്ള മാതാപിതാക്കൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നം ഇത് തന്നെയാണ്. സമീപ പ്രദേശത്തെ 600-ലേറെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിലേക്ക് ഏറെ ഭീതിയോടെയാണ് രക്ഷിതാക്കൾ കുട്ടികളെ അയക്കുന്നത്. സ്ലാബുകളുടെ അവശിഷ്ടങ്ങൾ തിങ്ങി നിറഞ്ഞ് ഒഴുക്ക് തടസ്സപ്പെട്ട് കിടക്കുന്നതിനാൽ അടുത്തുള്ള വീടുകളിലേക്ക് വെള്ളം കയറുന്നതും പതിവാണ്. ഇവിടെ കുറേ മാസങ്ങളായിട്ടുള്ള വലിയ പ്രശ്നത്തിലാണ് ഞങ്ങൾ. കാരണം സ്കൂളിലേക്ക് വേണ്ടി പഠിക്കാൻ വരുന്ന കുട്ടികൾ pre-KG മുതൽ 10ാം ക്ലാസ്സിലുള്ള കുട്ടികളുണ്ട്. പിന്നെ ഒത്തിരിയേറെ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു വഴിയാണിത്. ഒത്തിരിയേറെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയയാണിത്. പല നാളുകളായിട്ട് ഇതിനെക്കുറിച്ച് പല പരാതികളും റിക്വസ്റ്റൊക്കെ പോയിട്ടുണ്ടെങ്കിലും ശാശ്വതമായ ഒരു പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ പല ദിവസങ്ങൾ രാത്രിയിലൂടെ വണ്ടികളൊക്കെ താഴ്ന്നു പോയിട്ട് ഇവിടെ നാട്ടുകാരാണ് വണ്ടിയൊക്കെ പൊക്കി വിട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് വളരെ മോശമായ സ്ഥിതിയാണ് റോഡിൻ്റേത്. സഞ്ചാരയോഗ്യമാക്കാനായിട്ടല്ല എത്രയും വേഗം ഒരു നല്ല ഒരു രീതിയിൽ ഈ സ്ലാബിട്ട് ഈ റോഡിൻ്റെ പണി പൂർത്തിയാക്കി തരാനാണ് ഞങ്ങളുടെ ആഗ്രഹം. കാരണം മാതാപിതാക്കളും എപ്പോഴും വന്ന് ഞങ്ങളുടെ അടുത്ത് പരാതി പറയുന്നുണ്ട്, ഞങ്ങൾ എങ്ങനെ കുട്ടികളെ ഈ വഴി കൂടി നടത്തിവിടും, അവർ സൈക്കിളിന് കുട്ടികൾക്ക് തനിച്ചുവിടാൻ അവർക്ക് പേടിയാണ്. അവരിപ്പോൾ കുട്ടികൾക്ക് പാരൻസ് കൊണ്ടുവന്നാക്കിയാണ് ചെയ്യുന്ന കുട്ടികളെല്ലാവരും. പിന്നെ സ്കൂൾ ബസ്സൊന്നും ഇപ്പോൾ സ്കൂൾ കോമ്പൗണ്ടിലേക്ക് കടക്കുന്നില്ല. ഞങ്ങൾ ഈ റോഡിൻ്റെ ഇപ്പുറത്ത് സ്ലാബിൻ്റെ ഇപ്പുറത്ത് കൊണ്ടുവന്ന് കുട്ടികളെ ലൈനായിട്ട് ഇപ്പോൾ കൊണ്ടുവന്ന് ബസ്സിൽ കയറ്റി വിടുകയാണ് ചെയ്യുന്നത്.
കൽവേർട്ടിന്റെ സ്ലാബുകളുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്നും നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞാൽ 1 മാസത്തിനകം പൂർത്തീകരിച്ച് റോഡ് സഞ്ചാരയോഗ്യമാക്കുമെന്നും കൗൺസിലർ PR രചന പറഞ്ഞു. 1-2 സ്ലാബ് മാത്രമായതുകൊണ്ടാണ് അതങ്ങനെ നീണ്ടുപോയത്. സ്ലാബുകൾ ഓരോന്നോരോന്നാണ്, ഒരുമിച്ചല്ല കൽവേർട്ട് തകർന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പേയ്മെൻറ്റ് പ്രയോറിറ്റിയിൽ ഉൾപ്പെടുത്തുന്നതിൽ ചില താമസങ്ങൾ നേരിട്ടു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇത് കുറച്ചുകൂടി അപകടാവസ്ഥയിലായപ്പോൾ മേയറോട് പറഞ്ഞ് പേയ്മെൻറ്റ് പ്രയോറിറ്റിയിൽ ഉൾപ്പെടുത്തണം, അതല്ലെങ്കിൽ ഒരു വർക്ക്, കാരണം ഇത് ജനറൽ ഫണ്ടിൽ ഉൾപ്പെടുത്തിയ ഒരു പ്രവൃത്തിയാണ്. കാരണം കഴിഞ്ഞ പ്ലാൻ ഫണ്ടിൻ്റെ വർക്ക് ലിസ്റ്റ് ആയതിന് ശേഷമാണ് നമ്മൾ ഇത്തരം ഒരു കാര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അടുത്ത പ്ലാൻ ഫണ്ടിൻ്റെ ഒരു ബജറ്റിലേക്ക് വരുമ്പോഴാണ് അടുത്ത പ്ലാൻ ഫണ്ടിൻ്റെ തുക വകയിരുത്തുന്നത്. അതുവരെ നമുക്ക് ഈ വിഷയം നീട്ടിക്കൊണ്ടുപോകാൻ സാധ്യമല്ലാത്തത് കൊണ്ടാണ് ജനറൽ ഫണ്ടിൽ അടിയന്തരമായി ഉൾപ്പെടുത്തിയത്. അപ്പോൾ അത് പേയ്മെൻറ്റ് പ്രയോറിറ്റി തരാമെന്ന നിലയ്ക്ക് ഇപ്പോൾ മേയർ അതിൻ്റെ ഒരു സാധ്യതകൾ പരിശോധിച്ചിട്ട് തരാമെന്ന നിലയ്ക്ക് അറിയിച്ചിട്ടുണ്ട്. ഏകദേശം എത്ര ദിവസം കൊണ്ട് അല്ലെങ്കിൽ എത്ര നാൾ കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഒരു നിർമ്മാണം പൂർത്തിയാക്കാനായിട്ട് സാധിക്കും? വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കാൻ അധികം ദിവസം വേണ്ടതില്ല. ഒരു കൂടി വന്നാൽ നമുക്കൊരു ഒരു മാസം എന്ന് പറയുന്ന ഒരു ദീർഘമായ കാലയളവാണ്. അതിനുള്ളിൽ തന്നെ ഏറ്റവും കൂടിപ്പോയാൽ 1 മാസത്തിനകം നമുക്ക് അതിൻ്റെ വർക്ക് അത്രയും തന്നെ വേണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ. ഉടൻ തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന് തന്നെയാണ് കൗൺസിലറും AXCയും മെട്രോ 7 ന്യൂസിനോട് പറയുന്നത്. ജനങ്ങൾക്ക് സുഗമമായി സഞ്ചരിക്കുവാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകണമെന്നും അവിടെ ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകണമെന്ന് തന്നെയാണ് ജനങ്ങളും ആഗ്രഹിക്കുന്നത്. അതുതന്നെയാണ് മെട്രോ 7 ന്യൂസിനും പറയുവാനുള്ളത്. ക്യാമറമാൻ ജോസ്ലിൻ ബിജോയ്ക്കൊപ്പം മെട്രോ 7 ന്യൂസിന് വേണ്ടി റിഡ്ജൻ റിബല്ലോ. കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ കാഴ്ച പരിശോധിക്കുവാൻ ക്വാളിഫൈഡ് ഒപ്ട്രോമെട്രിസ്റ്റിന്റെ സേവനം ലഭ്യമാണ്. KR Opticals, near Federal Bank, Pallurthi. Specs World, opposite TB Hospital, Karivelippadi. KR Opticals, Kambarshan Mukk, Kumbalangi.